തമ്പാനൂർ വരെ. ചേട്ടാ പെട്ടെന്ന് ചാടി കയറിയോണ്ട് ഞാൻ ഈ ബോർഡൊന്നും നോക്കിയില്ല. ഈ ബോർഡിൽ എന്താ എഴുതിയേക്കുന്നത്? ബോർഡിൽ എഴുതിയിരിക്കുന്നത് RCC രോഗികൾക്ക് സൗജന്യ യാത്ര 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ എന്താ വരുന്നത്? 7 കിലോമീറ്റർ തമ്പാനൂർ. ഇത് തിരുവനന്തപുരം ചാക്ക സ്വദേശി അബ്ദുൾ റഷീദ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നഗരത്തിൽ പ്രത്യേകിച്ച് റീജിയണൽ ക്യാൻസർ സെന്റർ പരിസരത്ത് ഓട്ടോ ഓടിക്കുന്നു. ക്യാൻസർ ബാധിതർക്ക് തീർത്തും സൗജന്യമാണ് റഷീദിന്റെ ഓട്ടോയിലെ യാത്ര. അതിന് പിന്നിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു കാരണം റഷീദിന് പറയാനുണ്ട്. കേശവാസപുരത്തുനിന്ന് ഒരു ഫാമിലി എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ പോട്ടെന്ന് പറഞ്ഞു. കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ യാത്ര മെഡിക്കൽ വന്നു. മെഡിക്കൽ ചോദിച്ച് എങ്ങോട്ട് പോകണം? അത് RCC പോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ RCC പോകുമ്പോൾ ഞാൻ അവരെ ചോദ്യം ചെയ്തു. അത് ഞാൻ എല്ലാവരെയും ചോദിക്കും, അസുഖങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനാണ് ആലപ്പുഴ ആശുപത്രിയിൽ നിന്ന് തന്നെ നിങ്ങളെ ഇങ്ങോട്ട് റെഫർ ചെയ്തതെന്ന് പറഞ്ഞു. അത് മാത്രം അങ്ങനെയാണ് മനസ്സിൽ നിൽക്കുക. കാരണം RCC ഒരുപാട് കാലമായിട്ട് ഓടുന്നുണ്ടല്ലോ. ഞാൻ ഓടുന്നുണ്ട്, കാശ് വാങ്ങിക്കുന്നുണ്ട്, എനിക്കൊരു കുറ്റവും തോന്നിയിട്ടില്ല. ഈ ഒരു കുട്ടി അങ്ങനെ കൊണ്ടുള്ള ഒരു നമ്മുടെ മനസ്സൊന്ന് പതറിപ്പോയി അല്ലേ? അന്ന് പൈസ വാങ്ങി. അന്ന് എത്ര രൂപ വാങ്ങി? 12 രൂപ വാങ്ങി അല്ലേ? ഭയങ്കരമായ പശ്ചാത്തലമായിരുന്നു. എനിക്ക് ഊണമില്ല, ഉറക്കമില്ല, ഭയങ്കര ഒരു ഇതായിപ്പോയി. പിന്നീട് ഏത് ആൾക്കൂട്ടം കണ്ടാലും റഷീദിക്ക ആ മുഖങ്ങൾ തിരയും. ആലപ്പുഴക്കാരൻ ജോസിന്റെയും ഭാര്യ മോളിക്കുട്ടിയുടെയും ദയനീയ തളം കെട്ടിയ മുഖങ്ങൾ. അവർ അന്ന് തന്ന ആ പണം അവർക്ക് തിരികെ നൽകണം. 8, 9, 10, 11, 12 രൂപ. അതെൻ്റെ ഒരു പുരാവസ്തുവിനെ വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് കണ്ടുമുട്ടിയേണ്ടി വന്നാൽ തിരിച്ചു കൊടുക്കാൻ മുന്നേ വെച്ചിരിക്കുന്നത്. പണത്തിന്റെ മൂല്യം മാറി. 1-2 രൂപ നോട്ടുകൾ പ്രചാരത്തിലേ ഇല്ലാതായി. പക്ഷേ ഈ നോട്ടുകളുടെ മൂല്യം ഇതൊന്നുമല്ലെന്ന് റഷീദിന്റെ ജീവിതം തെളിയിക്കുകയാണ്. ചില ജീവിതാനുഭവങ്ങൾ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റുകളായി മാറുമെന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു വലിയ ടേണിംഗ് പോയിന്റാണ് അബ്ദുൾ റഷീദ് ഏട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ ഒരു ടേണിംഗ് പോയിന്റാണ് ഇന്ന് അദ്ദേഹത്തെ നയിക്കുന്നത്. ക്യാമറമാൻ സജികുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.